അപ്പോൾ ഫ്രഷായിട്ടുള്ള 1 കിലോ വാള നമുക്ക് കറി വയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു വാള കറി വയ്ക്കാം. ആദ്യമൊക്കെ നമ്മുടെ കാലത്ത് കല്യാണങ്ങൾക്കാണ് വാള പ്രധാനം. അപ്പോൾ ഞാൻ 2 സബോളയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള സബോളയാണ്, 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാനിടുന്ന സമയത്ത്. അപ്പോൾ പാലൊഴിച്ച് വാളക്കറി വെക്കൽ വിശേഷങ്ങൾക്കാണ് പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെയ്യുന്നത്. 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഒരു ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5-10 വെളുത്തുള്ളി കീറിയിട്ടുണ്ട്. ഒരു 4 പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഒരു 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നമുക്ക് അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ പോകണം. അതുപോലെ നമ്മൾ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ വഴന്ന് വരുമ്പോഴാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിൻ്റെ പച്ച കുത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് വഴറ്റിയെടുക്കണം എന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അത് വഴറ്റി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്കതിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലിപ്പോൾ തക്കാളിയൊന്നും ഞാൻ ചേർക്കണില്ല. മാങ്ങ ചേർത്തുണ്ടാക്കണ കറിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കണത്. തക്കാളിയൊന്നും പണ്ട് ചേർക്കലില്ലല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നന്നായി മുരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ട് ഇതേപോലെയാണ്. അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതും പച്ചമണം പോണവരെ ഇളക്കി കൊടുക്കണം. ഇതിനൊരു പച്ചക്കുത്തുണ്ട്. ഇപ്പോൾ മുളകിൻ്റെയൊക്കെ പച്ചമണം ഉണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം കളയണം. ഇത് കഴിഞ്ഞാൽ ഞാൻ 1 നാളികേരത്തിൻ്റെ പാലാണ് ഇതിനെടുക്കണത്. അപ്പോൾ അതിൻ്റെ 2ാം പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 1 നാളികേരം എന്ന് പറയുന്നത് അത്ര വലിപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 നാളികേരം എടുത്തു. അതിൻ്റെ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു മാങ്ങ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ്, അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ പിന്നെ 1 മാങ്ങ തന്നെ മതി. അപ്പോൾ ആ 1 മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ടിട്ട് ഇത് വേവിക്കാന്ന് പറയുന്നത് ഈ മാങ്ങയിലത്തെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മീനിട്ട് കൊടുക്കാൻ. അപ്പോൾ അത് മൂടി വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വാള ഇട്ട് കൊടുക്കാം. എല്ലാം വാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ
നന്നായി ഇളക്കി യോജിപ്പിക്കുക. മൂടിയിട്ട് വേവിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വല്ല പെരുന്നാൾ വന്നാൽ കല്യാണത്തിനൊക്കെയാണ് വാഴക്കറി. ഇപ്പോൾ എപ്പോഴും വാഴക്കറിയും എല്ലാതും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ കറിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തമ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യുക, തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്കൊരു താളിപ്പ്, നല്ല കുറുതായ ചാറാണ്, ഉപ്പൊക്കെ പാകണം ഞാൻ നോക്കി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പ് ശരിയാക്കാം. അതും കൂടി ആകുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് മുഴുവനാണത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്കൊരു 5-10 ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വേപ്പിലയും 3-4 വറ്റൽമുളകും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാൻ പോകുന്നു. അതിങ്ങനെ വെറുതെ നടുവേ കീറിയിട്ട് ഇങ്ങനെ പൊളിച്ചിടണ്ട, ഒരു നടുവേ കീറിയിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അത് വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ടൊന്നായി വന്നിട്ട് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. ഒരു 10-15 മിനിറ്റ് അത് അടച്ച് വയ്ക്കുക. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടിയിടാം. എന്നാലാണ് അതിലത്തെ മണവും ഒക്കെ, ഈ ഉള്ളി മൊരിഞ്ഞതിൻ്റെ മണമൊക്കെ മീനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മല്ലിയില അതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് പറയാൻ മറന്നു. അപ്പോൾ മല്ലിയില ഇട്ടു. ഇത് ഇനി ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാഴക്കറി റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.